ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വമ്പൻ കള്ളക്കടത്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പോത്തുകുട്ടികളെയും മുരിക്കുട്ടികളെയൊക്കെ കോട്ടയത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഒരു സംഘം അതിനെ പിന്തുടരുന്നു. ദേശീയപാതയിൽ നിന്ന് ഇതിനെ അപ്പാടെ അടിച്ചുകൊണ്ട് പോകുന്നു. ഏകദേശം ഒരു 10-60 കന്നുകാലി കുട്ടികളുണ്ടായിരുന്നു. എന്തായാലും പോലീസ് കൃത്യമായി പരിശോധിച്ചു. ഈ കന്നുകാലി കുട്ടികളെയും കിട്ടി, ആളുകളെയും പൊക്കി. സിനിമ തോറ്റുപോകും വടക്കഞ്ചേരി ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മോഷണത്തിന്റെ കഥ കേട്ടാൽ. ലോറി തടഞ്ഞു നിർത്തി 55 പോത്തുകളെയും 27 കാളകളെയുമാണ് മോഷ്ടിച്ചത്. ആന്ധ്രയിൽ നിന്ന് പോത്തിനെ കൊണ്ടുവരികയായിരുന്നു സുഭാഷ് രാജ്. വടക്കഞ്ചേരി എത്തിയതും കാറിലും ജീപ്പിലും ബൈക്കിലുമായി എത്തിയ സംഘം വണ്ടി തടഞ്ഞു നിർത്തി. കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം സുഭാഷിനെ മറ്റൊരു കാറിലേക്ക് മാറ്റി. മോഷണ സംഘം ലോറിയുമായി കടന്നു കളഞ്ഞു. 1 മണിക്കൂർ സുഭാഷുമായി സംഘം നഗരത്തിൽ കറങ്ങി. ഒടുവിൽ വടക്കഞ്ചേരിയിലെത്തി ലോറി തിരികെ നൽകി. ഇതിനിടെ മുഴുവൻ പോത്തുകളെയും കാളകളെയും മാറ്റിയിരുന്നു. ഭീഷണിപ്പെടുത്തി ലോറിയിൽ കയറി. ലോറിയിൽ 2 പേര് കയറുകയും ഡ്രൈവറെ കത്തി കാണിച്ച് മാറ്റി എടുത്തിട്ട് അവർ ലോറിയായിട്ട് പോയി. ഡ്രൈവർമാരും പണിക്കാരനെയും കാറിൽ കയറ്റി ഒരു വെളുപ്പിനെ ഒരു 8 മണി വരെ ചുറ്റിക്കറക്കിയിട്ട് തിരിച്ച് വീണ്ടും ഹൈവേയിൽ വരികയും ആ ലോറി തിരിച്ച് ഹൈവേയിൽ കൊണ്ടുകൊടുത്ത് ഇവരെ പോകാൻ പറഞ്ഞു വിടുകയും ചെയ്തു. 1ഉം 2ഉം രൂപയല്ല, ഏകദേശം 15 ലക്ഷം രൂപ വില വരുന്ന പോത്തുകളാണ് മോഷണം പോയത്. വടക്കഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷജീറും ഷമീറും പിടിയിലായി. പിന്നീട് നഷ്ടപ്പെട്ട 50 പോത്തുകളെയും 27 കാളകളെയും കണ്ടെത്തി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. അപ്പോൾ ഈ തസ്കരന്മാരെ കുറിച്ച് ഗൂഗിൾ നമ്മളോട് പറയും. ഗൂഗിളെ ഇതൊരു വല്ലാത്ത മോഷണം തന്നെയാണ്. ഇതൊക്കെ പതിവായിട്ട് നടക്കുന്നതാണോ? എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ പിടിക്കപ്പെടുന്നത്? എളുപ്പമുള്ള കാര്യം കൂടിയല്ലേ? എന്തായാലും പലതരത്തിലുള്ള മോഷണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊരു വല്ലാത്തൊരു മോഷണമായിപ്പോയി. അതായത് ഒരു സംഘം വരുന്നു, ഒരു വാഹനം തട്ടിയെടുക്കുന്നു, അതിനുശേഷം അതിനുള്ളിലുള്ള പോത്തിനെ മാത്രം മോഷ്ടിച്ചതിന് ശേഷം കടന്നു കളയുന്നു. ഇത് ഈ സമീപകാലത്തോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും കേരളത്തിലൊന്നും അത്ര പരിചയമില്ല, അല്ലെങ്കിൽ കാണാത്തൊരു തരം മോഷണമായിപ്പോയി. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഷജീർ, ഷമീർ എന്ന് പറയുന്ന വടക്കഞ്ചേരി സ്വദേശികളാണ് പിടിച്ചത്. പക്ഷേ ഇവർ മാത്രമല്ല, നിരവധി പേരുണ്ട്. കാരണം 2 കാറുകളിലും ഒരു ബൈക്കിലുമായിട്ടാണ് സംഘം എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് ഈ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മോഷണമൊക്കെ നടന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ഭീകരത കൂടിയാണ് എന്ന് പറയുന്നത്. ഈ ആന്ധ്ര സ്വദേശിയായിട്ടുള്ള ഒരു ഡ്രൈവറാണ് വാഹനം ഓടിച്ചു വരുന്നത്. അദ്ദേഹം ഓടിച്ചു വരുന്നത് കേരളത്തിലെത്തുന്നു, വടക്കഞ്ചേരി എത്തുന്നു. വളരെ പെട്ടെന്ന് കുറേ വാഹനങ്ങൾ മുന്നിലിടുന്നു. ആളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഈ പറയുന്ന ഡ്രൈവറെ ഒരു വാഹനത്തിലും അതോടൊപ്പം തന്നെ ലോറിയുമായി സംഘം കടന്നു കളയുമാണ്. പിന്നീട് 1 മണിക്കൂർ കാറിൽ പല സ്ഥലങ്ങളിലും കറങ്ങി ആളെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരികെ വന്ന് വടക്കഞ്ചേരിയിൽ തന്നെ എത്തിച്ച് ലോറി കൊടുക്കുന്നു. പക്ഷെ പോത്തുകൾ അതിലുണ്ടായിരുന്ന ഏകദേശം ഒരു 55 പോത്തുകളും 27 കാളകളും ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ മോഷ്ടിച്ചതിന് ശേഷം വാഹനം കൊടുത്തു വിടുകയാണ് ചെയ്തത്. ഇതിനെ സമാനമായ പല സംഭവങ്ങളും ആന്ധ്രാപ്രദേശിലൊക്കെ ഉണ്ട്, അവിടെ ഹൈവേകളിലൊക്കെ ഉണ്ട് എന്നൊക്കെ പല ഡ്രൈവർമാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം അന്വേഷിച്ചപ്പോൾ പോലീസുകാരും പറഞ്ഞത് കേരളത്തിന് പുറത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ പോത്തുകളേക്ക് ഇതുപോലെ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു സംഘം തന്നെയുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം അല്ലെങ്കിൽ ഒരു സംഭവമോ ഒക്കെ ഇത് ആദ്യമാണ്. ഏതായാലും അത് വല്ലാത്തൊരു ഞെട്ടിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്തരത്തിലൊരു മോഷണം, പോത്തുകളെ മോഷ്ടിക്കുക എന്നുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ 1ഉം 2ഉം രൂപയുടെ പോത്തുകളല്ല, ഏകദേശം 15 ലക്ഷത്തിലധികം രൂപ വില വരുന്ന പോത്തുകളാണ് അതിനുള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ പോത്തുകൾ എന്ന് പറയുമ്പോൾ ഇതിന് അത്രമാത്രം വിലയുണ്ട്, അത്രമാത്രം ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അതാണ് ഇങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോയത്. ഏതായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഏതായാലും പ്രതികളെ പിടികൂടി, 2 പേരെ പിടികൂടി. ഇനിയും പ്രതികളെ പിടികൂടാണ്ട് വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകും. മാത്രമല്ല, ഈ ഉടമകൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഈ കോട്ടയം സ്വദേശിയായ ജോബി ഉടമയ്ക്ക് പോത്തുകളെ തിരിച്ചു കിട്ടി. അത് മറ്റ് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് തന്നെ പോത്തിനെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. കാരണം ഈ ജീവനുള്ള വസ്തുക്കളെ കൂടുതൽ തൊണ്ടി മുതൽ ഇങ്ങനെ വലിയ സിനിമാ സ്റ്റൈലിൽ ഈ പോത്തുകുട്ടികളെയൊക്കെ വാഹനത്തിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ നമ്മൾ ആദ്യം കേൾക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ആ സംരംഭം തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. പോലീസ് ആളുകളെ പൊക്കി എന്നതാണ്. ഇനി ആളുകളുണ്ട് ഈ വലയിൽ. ഇത് വലിയൊരു മാഫിയ സംഘമാണെന്ന് തോന്നുന്നു. ശരി ഗോകുലെ, പിടിക്കട്ടെ എല്ലാവരും.